അന്നേ നമ്മൾ നിസ്സംശയം പറഞ്ഞ കാര്യമാണ്, ഇനിയുള്ള കാലത്തുണ്ടാകാൻ പോകുന്നത് ഭക്ഷ്യ പ്രതിസന്ധിയൊന്നുമല്ല, ആരോഗ്യ പ്രതിസന്ധി ആയിരിക്കും എന്നുള്ളത് അന്നേ പറഞ്ഞതാണ്. കാര്യം ഭക്ഷ്യ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മെഷീനറീസ് ഒക്കെ അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആരോഗ്യ പ്രതിസന്ധി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതൊരു പ്രതിസന്ധിയായി ഇന്നും ഇനിയും തുടരുകയും ചെയ്യും. അതൊരു പ്രതിസന്ധി ഘട്ടം തന്നെയാണ്. ആ പ്രതിസന്ധി അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പോലെ തന്നെയാണോ നമ്മുടെ, അതായത് നാച്ചുറൽ എഡിബിൾസ് എന്ന പ്രസ്ഥാനത്തെയും ബാധിച്ചിരിക്കുന്നത്? ആ പ്രതിസന്ധി അഡ്രസ്സ് ചെയ്തത് കൊണ്ടാണോ അങ്ങനെ സാധിച്ചത്? അതെ, നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ ജനിച്ച് വളരുന്ന ഒരു ഘട്ടത്തിലും അവനോടോ അവളോടോ നമ്മൾ സമത്വവും വിദ്യാഭ്യാസം കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യമായ ബോധം ഉണ്ടാക്കുന്നതിൽ എവിടെയും നല്ല ഭക്ഷണം കഴിക്കണമെന്നൊരാശയം നമ്മൾ ഒരു കുട്ടിയിലേക്ക് കൊടുക്കുന്നില്ല വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലും.